ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് സ്റ്റൂ ആണ്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ കറയാമ്പൂ, പട്ട, കടുക്, ഉപ്പ്, വറ്റൽമുളക്, വേപ്പില, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, ഗ്രീൻ പീസ്, ക്യാരറ്റ്, കിഴങ്ങ്, കോളിഫ്ലവർ, തേങ്ങാപ്പാൽ, എണ്ണ, സവാള മൂപ്പിച്ചതാണ് 2 സവാള. ഈ ഐറ്റംസ് എല്ലാം കൂടി കുറച്ച് മസാലകളെല്ലാം കൂടി വേവിച്ച ബീഫോടുകൂടി 1/2 കിലോ ബീഫും ഇത്രയും ക്യാരറ്റ്, കിഴങ്ങ്, കോളിഫ്ലവർ, ഗ്രീൻ പീസ് ഇത്രയും സാധനങ്ങൾ കൂട്ടി വേവിച്ച ഒരു കൂട്ടാണത്. അപ്പോൾ ഈ കൂട്ടുകൊണ്ടാണ് ഞാൻ ഇന്ന് ബീഫ് സ്റ്റൂ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഓൾറെഡി കുറച്ച് ബ്രൗൺ കളറായി മൂപ്പിച്ച സവാളയാണ്. ഇത് നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇടാം. ഇത് 1/2 കിലോ ബീഫാണ്. ഇതിനകത്ത് നമ്മൾ ചേർത്തിരിക്കുന്നത് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഗ്രീൻ പീസ്, ക്യാരറ്റ്, കിഴങ്ങ്, കോളിഫ്ലവർ ഇത്രയും സാധനങ്ങൾ ഇതിനകത്ത് നമ്മൾ ചേർത്ത് പാകത്തിന് വേവിച്ച് വെച്ചിരിക്കുകയാണ്. സവാള ഏതാണ്ട് ചൂടായി തുടങ്ങി. നമുക്ക് ഇതിലേക്ക് ഇനി ഒരു 100 ഗ്രാം അണ്ടിപ്പരിപ്പും ഒരു ചെറിയ തേങ്ങയുടെ പാൽ ഇത് രണ്ടും കൂടി കൂട്ടി അരച്ചിരിക്കുകയാണ്. അപ്പോൾ 100 ഗ്രാം അണ്ടിപ്പരിപ്പും ഒരു ചെറിയ തേങ്ങയുടെ പാലും കൂടി അരച്ച് ശരിക്ക് പാലെടുത്തിരിക്കുകയാണ്. ആ പാൽ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ചെറുതായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കിത് ഇതിലേക്ക് ഈ മസാലക്കൂട്ട് ചേർക്കാം. ബീഫ് നമുക്ക് വാങ്ങിക്കുന്ന സമയത്ത് ഈ എല്ലില്ലാതെ വേറെ അങ്ങനെ കച്ചറകളൊന്നും ഇല്ലാതെ നല്ല ബീഫ് മേടിക്കുകയും ചെയ്യണം. ഇത് ചെറിയ കഷ്ണങ്ങളാക്കി നോക്കണം. ചെറിയ കഷ്ണങ്ങളെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ കഷ്ണങ്ങളാണ്. ഇതെല്ലാം നമ്മൾ വട്ടത്തിൽ മുറുക്കി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിരിക്കുകയാണ്. ഇത് ചെറുതായി ചൂടായി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കണ്ടവാനം ചൂടായി കഴിഞ്ഞാൽ ഇത് തേങ്ങാപ്പാലായതുകൊണ്ട് പിരിഞ്ഞു പോകും. അപ്പോൾ നമുക്കിത് മസാല ഇതിലേക്ക് ചേർക്കാം. ഇത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഒന്നുകൂടി പറയാണ്, ഇത് ബീഫ് നമ്മൾ വേവിക്കുന്ന സമയത്ത് പട്ട, കറയാമ്പൂ, ഉപ്പ്, ഒരു പൊടി മഞ്ഞൾപ്പൊടി, ക്യാരറ്റ്, കോളിഫ്ലവർ, ഗ്രീൻ പീസ് ഇതെല്ലാം ഉപ്പ് ഇത്ര ഐറ്റംസ് ഇട്ടാണ് നമ്മളിത് വേവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഇതേപോലെ പാല് ഇതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് ചൂടായി കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ മസാല ഇട്ടില്ലെങ്കിൽ ഇത് തിളച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. ഇത് നമുക്ക് ഇങ്ങനെ ഒന്ന് ഇതായി വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ താളിക്കുന്ന ഒരു പ്രോഗ്രാമുണ്ട്. അപ്പോൾ അത് വേപ്പില, കടുക്, വറ്റൽമുളക് ഇത്രയും സാധനം താളിച്ച് ഇതിനകത്ത് ഒഴിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് അതിനൊരു ചട്ടി വെച്ച് വേറെ എണ്ണ ഒഴിച്ച് ചൂടാക്കി ഇതിലേക്ക് താളിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടിയിൽ തീ കൊടുക്കാം. നമ്മൾ ചട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് വറ്റൽമുളകും കടുകും വേപ്പിലയാണ് താളിച്ച് ഇതിനകത്തേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ കടുക് പൊട്ടിച്ച് മുളകിട്ട് വേപ്പിലയിട്ട് നമുക്ക് മൂപ്പിച്ചതിന് ശേഷം ഇതിനകത്തേക്ക് ഒഴിക്കണം. അപ്പോൾ കുറച്ച് എണ്ണ വയ്ക്കാം. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. അതിനകത്ത് പച്ചക്കറിയുണ്ട്, ബീഫുണ്ട്, എല്ലാം ശരീരത്തിന് വലിയ മോശമില്ലാത്തതാണ്. എണ്ണ ചൂടായിരുന്നു. നമുക്ക് ഇതിലേക്ക് 2 സ്പൂൺ കടുകിടാം. ഒരു 3 വറ്റൽമുളക് ഇതേപോലെ കീറി എടുത്തിട്ട് ഈ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഉടനെ അതിലേക്ക് ഇടാം. വേപ്പില ലാസ്റ്റ് വേപ്പിലിട്ട് നമുക്കിതിലേക്ക്
മുളകൊന്ന് ശരിക്കും മുരിഞ്ഞ് വന്നാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. തീ ഓഫാക്കിയാണ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വയ്ക്കാം. നമ്മുടെ ബീഫ് സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇത് ചെറുതായിട്ടൊന്ന് ഡെക്കറേഷൻ ചെയ്യാം. ബീഫ് സ്റ്റൂ റെഡി ആയിട്ടുണ്ട്.